നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7-ൽ ബിഗ് ബോസ് സീസൺ 7-ൻ്റെ ടാസ്ക്കായ ഹോട്ടൽ ടാസ്കിൽ നിന്നും നമ്മുടെ ശോഭ വിശ്വനാഥും ഷിയാസ് കരീമും പുറത്തു പോയതിന് ശേഷം പുതിയ റിയാസാണ് ഗസ്റ്റ് റോളിൽ കടന്നു വരുന്നത്. റിയാസ് വരുമ്പോൾ തന്നെ ലക്ഷ്മിയുമായിട്ട് ഉടക്കിക്കൊണ്ട് തന്നെയാണ് അകത്തേക്ക് കയറുന്നത്. കൂടാതെ റിയാസ് പറയുന്നുണ്ട്, അതായത് ഇപ്പോൾ 2 മൂവീസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 3-ാമത്തെ മൂവിയുടെ ഒരു പ്രമോഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. കൂടാതെ ലക്ഷ്മിയെ റിയാസ് വിളിക്കുമ്പോൾ ലക്ഷ്മിക്ക് സംസാരിക്കാനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം 2 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ പറയും എക്സ്ക്യൂസ് മീ അവിടെ നിന്നേന്നും പറഞ്ഞിട്ട് നമ്മുടെ റിയാസ് അവിടെ ചോദിക്കുകയുണ്ടായി, താങ്കൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ക്രാഷ് അവിടെ നടക്കുന്നുണ്ട്. കൂടാതെ നിങ്ങളാണെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടതുകൊണ്ടാണോ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ അതുകൊണ്ട്. അപ്പോൾ പറയും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരോട് ബിഗ് ബോസിന് പുറത്താണെങ്കിൽ സംസാരിക്കില്ല എന്ന് പറയുമ്പോൾ ലക്ഷ്മിയും പറയുന്നുണ്ട്, ഞാനും അങ്ങനെ തന്നെയാണ്, പുറത്താണെങ്കിൽ സംസാരിക്കില്ല, അങ്ങനെ നിങ്ങളൊരു ഹ്യൂമാനിറ്റിയെ നോക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെ ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ചൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിനൊക്കെ മനസ്സിലാവും എന്താണെന്ന് വെച്ചാൽ ഈ ലക്ഷ്മി അവിടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞൊക്കെ പുറത്ത് വലിയ രീതിയിൽ പ്രോബ്ലമായിട്ടുണ്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കൂടാതെ ഈ റിയാസ് കടന്നു വരുമ്പോൾ ഈ ലക്ഷ്മിയെ മാത്രമല്ല ചില കണ്ടസ്റ്റൻറ്റിനെ കൂടെ ഉൾപ്പെടുത്തിയാണ് പല കാര്യങ്ങൾ പറയുന്നതെങ്കിൽ കൂടി ലക്ഷ്മിയാണ് റിയാസിൻ്റെ ടാർഗറ്റ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിയാസ് അത് കടന്നു വരുന്ന കണ്ടസ്റ്റൻ്റ് ആണോ അത് വേറെ എന്തുവാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഗസ്റ്റായിട്ട് തോന്നത്തില്ല. കാരണം ആ പഴക്കും ആ ലൈവിലെ പ്രോബ്ലംസ് കണ്ടെത്തുന്നു റിയാസും ലക്ഷ്മി എല്ലാവരും ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റാണ്. അത് അങ്ങനെയുള്ള ഇഷ്യൂസ് പോലെയാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. എനിവേ ഇപ്പോൾ വന്ന കണ്ടസ്റ്റൻറ്റിനെല്ലാം തന്നെ മറ്റേ ശോഭ വിശ്വനാഥ് ലക്ഷ്മി ഒന്ന് ഇത് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടർന്ന് പിന്നീട് നെവിനും റിയാസും കൂടെ കാര്യം പറയുന്നുണ്ട്. അതായത് ഷാനവാസിൻ്റെ കാര്യം പറയുമ്പോൾ പറയും, നിങ്ങൾ ടാസ്കിലേക്ക് ഇറങ്ങി കളിക്കാൻ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരികയും പിന്നീട് തുടർന്ന് അവർ ടാസ്കിലേക്കൊക്കെ വരികയും ചെയ്യും. പിന്നെ കുറച്ച് ശേഷം കാണാൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി കബോർഡിൽ വെക്കുമ്പോൾ അത് അടയ്ക്കാൻ പറ്റാതെ വരികയും അങ്ങനെ അനീഷിനെ റിയാസ് അനീഷിനെ വഴക്ക് പറയും.